ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിനു പിന്നാലെ കോൺഗ്രസിൽ കലാപം കത്തുകയാണ്. സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി പേർ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു. തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. നർവയിൽ നിന്നുള്ള മുൻ മന്ത്രി സമ്പത് സിംഗ്, ടിഗാവിൽ നിന്നുള്ള മുൻ എംഎൽഎമാരായ ലളിത് നഗർ, ബല്ലഭ്ഘട്ടിൽ നിന്നുള്ള ശാരദ റാത്തോഡ് എന്നിവരാണ് സ്വതന്ത്രരായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേരത്തെ രോഹിത രേവരി, ചിത്ര സർവാര, രാംകിഷൻ തുടങ്ങിയ നേതാക്കളും പത്രിക നൽകിയിരുന്നു. സീറ്റ് ലഭിക്കാതിരുന്നതോടെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നായിരുന്നു ലളിത് നഗർ ആരോപിച്ചത്. ആഘോഷപൂർവ്വം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയാണ് താൻ അനുയായികളെ ക്ഷണിച്ചിരുന്നത്. എന്നാൽ എന്റെ ശത്രുക്കൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തി. ശക്തനായൊരു നേതാവിനെയാണ് ടിഗോണിൽ നിന്നും കോൺഗ്രസ് മത്സരിപ്പിച്ചതെങ്കിൽ തനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ജനങ്ങൾക്ക് പോലും അറിയാത്ത നേതാവാണ് രോഹിത് നഗർ. ഇനി ജനങ്ങളാണ് എനിക്ക് വേണ്ടി പോരാടേണ്ടത് എന്നാണ് ലളിത് നഗർ പറഞ്ഞത്. മുൻ മന്ത്രി നിർമ്മൽ സിംഗിന്റെ മകൾ സർവാരയും കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പാർട്ടി നടത്തിയ വിവിധ സർവേകളിൽ ഏറെ മുന്നിലായിട്ട് കൂടി കോൺഗ്രസ് തന്നെ അംബാല കന്റോൺമെന്റ് സീറ്റിൽ മത്സരിപ്പിച്ചില്ലെന്നും ഈ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നും സർവാര പറയുന്നുണ്ട്. മണ്ഡലത്തിൽ ശക്തമായ പ്രവർത്തനമായിരുന്നു ഞാൻ കാഴ്ചവെച്ചത്. ജനങ്ങളുടെ വലിയ പിന്തുണയും സ്നേഹവും എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നേതൃത്വം തന്നെ അവഗണിച്ചതെന്ന് അറിയില്ല എന്നാണ് സർവാര പറഞ്ഞത്. മുൻ എംഎൽഎ റാത്തോഡും സീറ്റ് ലഭിക്കാത്തതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തി. സീറ്റ് ലഭിക്കാതിരുന്നതോടെ അവർ അനുയായികൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. പാർട്ടി റാത്തോഡിനെ ചതിച്ചുവെന്ന് അനുയായികൾ ആരോപിച്ചു. അതേസമയം ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെ ഇക്കുറി മത്സര രംഗത്തുണ്ട്. സീറ്റ് ലഭിക്കാത്തതിനെ ചൊല്ലി പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ഇത്തവണ സംസ്ഥാനത്ത് വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത്. നേരത്തെ ആം ആദ്മിയുമായി സഖ്യസാധ്യത തേടിയെങ്കിലും സീറ്റ് വിഭജനം കല്ലുകടിയായതോടെ ഈ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ മുഴുവൻ സീറ്റിലും തനിച്ചു മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി. സംസ്ഥാനത്ത് വലിയ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ കോൺഗ്രസ്. എന്നിരുന്നാലും ബിജെപിയെ വീഴ്ത്താൻ ആം ആദ്മി പോലുള്ള പാർട്ടികളുമായുള്ള സഖ്യം അനിവാര്യമാണെന്ന നിലപാടിലായിരുന്നു പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും. ഈ സാഹചര്യത്തിലാണ് ആം ആദ്മിയുമായി സഖ്യ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് തന്നെ. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇത്തരം ചർച്ചകളിൽ സംസ്ഥാന നേതൃത്വം എതിർപ്പ് ഉയർത്തിയിരുന്നു. ഹൂഡ ക്യാമ്പാണ് സഖ്യം ആവശ്യമില്ലെന്ന നിലപാടിൽ തുടരുന്നത്. ബിജെപിയെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ തിരഞ്ഞെടുപ്പിന് ശേഷം ഇരു പാർട്ടികളും കൈകോർക്കുമോയെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.